സുവിശേഷം 11 അധ്യായം അതിൻ്റെ 28 വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇവിടെ കർത്താവായ യേശുക്രിസ്തു ആഹ്വാനം ചെയ്യുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അതിനർത്ഥം അവിടെ ആശ്വാസമില്ലാത്ത അനേകം ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അധ്വാനിക്കുന്ന ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവരെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവരോട് ആഹ്വാനം ചെയ്യുകയാണ്, എൻ്റെ അടുക്കൽ കടന്നു വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഈ ലോകത്തിൽ നോക്കുമ്പോൾ പലർക്കും പല കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുമ്പോൾ അവർക്ക് ഇല്ലാത്ത സംഭവമാണ്, ഇല്ലാത്ത കാര്യമാണ് ആശ്വാസം എന്നുള്ളത്. പലർക്കും സമാധാനമില്ലാതെ ആശ്വാസം കൊള്ളുവാൻ വകയില്ലാതെ നെട്ടമൊട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തു വ്യക്തമായി നമ്മോട് ആഹ്വാനം ചെയ്യുന്നു, കർത്താവിലേക്ക് കടന്നു വരിക, അവൻ നമുക്ക് ആശ്വാസം നൽകിത്തരും. ആശ്വാസം എന്ന് പറഞ്ഞാൽ സ്വസ്ഥതയാണ് നമുക്ക് കിടത്തരുന്നത്. നമ്മുടെ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ഏത് പ്രയാസമായിരുന്നാലും നമ്മൾ കർത്താവിന് മുമ്പിലേക്ക് വയ്ക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ആശ്വാസമുണ്ട്, അതിന് വിടുതലുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ മർക്കോസ് സുവിശേഷം 5 അധ്യായം അതിൻ്റെ 26 മുതൽ 25, 26 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്കൊരു സ്ത്രീയെ കാണാൻ സാധിക്കുന്നുണ്ട്. 12 സംവത്സരമായിട്ട് രക്തസ്രാവം ഉള്ള ഒരു സ്ത്രീ. അവിടെ വസ്തുവകൾ ഏറിയൊന്നു കൊണ്ട് അവൾ വൈദ്യന്മാർക്ക് വിറ്റ് അവരുടെ ചെലവുകൾ നോക്കി ഇട്ട് പോലും അവരുടെ രോഗം വൈദ്യന്മാർക്ക് മാറ്റുവാൻ കഴിഞ്ഞില്ല. വളരെ പ്രയാസപ്പെട്ടിരുന്നപ്പോഴാണ് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് കാണുവാൻ കേൾക്കുവാൻ ഇടയാത്തിരുന്നത്. കർത്താവിൻ്റെ തൊങ്ങിലെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ സൗഖ്യം വരുമെന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ആ സ്ത്രീ യേശുക്രിസ്തുവിൻ്റെ ആ തൊങ്ങിൽ തൊടുവാൻ ഇടയാത്തീർന്നു. ആ സ്ത്രീ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ തൊങ്ങിൽ തൊട്ട് എന്ന് മനസ്സിലായപ്പോൾ കർത്താവിൽ നിന്ന് ഒരു ശക്തി പുറപ്പെട്ടെന്ന് കർത്താവ് മനസ്സിലാക്കാൻ ഇടയായി. കർത്താവ് ചോദിച്ചു, ആരാണ് എന്നെ തൊട്ടത്? ചുറ്റും ജനങ്ങളാണ്, തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാരെ പറഞ്ഞു, ഇവിടെ പലരും അടുത്തുകൂടെ പോകുന്നു, ആരാ തൊട്ടെന്ന് എങ്ങനെ മനസ്സിലാക്കും? കർത്താവ് അല്ലല്ല, എന്നെ ഒരാൾ തൊട്ടു, ആവശ്യബോധത്തോടെ എന്നെ തൊട്ടു, ആവശ്യബോധത്തോടെ എൻ്റെ അരികിൽ വന്ന് എന്നെ തൊട്ടിരിക്കുന്നു, ഇതിന് ശക്തി പുറപ്പെട്ടിരിക്കുന്നു എന്ന് കർത്താവ് അവിടെ വിളിച്ചു പറയാൻ ഇടയാത്തീർന്നു. ആ പുരുഷാരത്തിൽ മധ്യത്തിൽ ആ സ്ത്രീ മറഞ്ഞിരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൾ മുന്നേക്ക് കടന്നു വന്ന് തൻ്റെ വസ്തുതയെല്ലാം അറിയിക്കാൻ ഇടയാത്തീർന്നു. കർത്താവ് അവളോട് പറയുന്ന ഒരു വാചകമാണ് നമുക്കിവിടെ കാണാൻ നമുക്ക് സാധിക്കുന്നത്. അവിടെ 34